ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ എതിർത്ത പരാതിക്കാരി ഹൈക്കോടതിയിൽ. കേസിൽ കക്ഷി ചേരാൻ അതിജീവിത അപേക്ഷ നൽകി. മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കാനിരിക്കെയാണ് അപേക്ഷ. തന്നെ കേൾക്കണമെന്നും സൈബർ ആക്രമണം നേരിടുന്നുണ്ടെന്നും പരാതിക്കാരി പറയുന്നു. മുസ്തഫ ബഷീർ വിശദാംശങ്ങൾ നൽകാനായി. മുസ്തഫ, മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിനിടെയാണ് അതിജീവിതയുടെ ഈ നീക്കം. ഇതിനെ എങ്ങനെ കാണണം? ഇവരുടെ അപേക്ഷയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? ആദ്യത്തെ കേസുമായി ബന്ധപ്പെട്ട് ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിന് സെഷൻസ് കോടതി ജാമ്യം നിഷേധിച്ചിരുന്നു. പിന്നാലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കോടതിയെ സമീപിച്ചത്. ആ കേസ് നാളെ വീണ്ടും പരിഗണിക്കുന്നുണ്ട്. അതിനിടയിലാണ് നേരത്തെ ഹൈക്കോടതി നോട്ട് അറസ്റ്റ് നൽകിയെങ്കിലും അതിലെ വിശദമായ വാദം കേൾക്കുകയും അന്തിമ വിധിയിലേക്ക് പോവുകയും ഒക്കെ ചെയ്യുന്നൊരു ഘട്ടമാണ്. നാളെ എന്തായാലും ഹിയറിംഗിന് വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഈ പരാതിക്കാരി ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ഈ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്ത് കക്ഷി ചേരാൻ പരാതിക്കാരി ഹൈക്കോടതിയിൽ ഒരു അപേക്ഷ നൽകിയിരിക്കുന്നു. പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഇതിനകത്ത് ഉന്നയിക്കുന്നുണ്ട്. തനിക്കെതിരെ നിരന്തരം സോഷ്യൽ മീഡിയയിൽ സൈബർ ഇടങ്ങളിൽ അതിക്രമങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൂടി കേട്ട ശേഷമായിരിക്കണം ഈ വിഷയത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടത്. തന്നെ കൂടി കേൾക്കണമെന്ന് പരാതിക്കാരി കൃത്യമായി ഹൈക്കോടതി അറിയിക്കുന്നു. അതിനുശേഷം ഒരു തീരുമാനം എടുക്കുന്നതിൽ തെറ്റില്ല. അതായത് തനിക്ക് ചില കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. ഈ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ട് ചില കാര്യങ്ങൾ കൂടി വ്യക്തമായി പറയാം. പ്രത്യേകിച്ച് പ്രോസിക്യൂഷന്റെ മറുപടി എന്തായാലും ഈ വിഷയത്തിൽ ഉണ്ടാകും. അതിനപ്പുറത്തിന് കക്ഷി ചേരാൻ തന്റെ കൂടി ഭാഗം കേൾക്കാൻ ഹൈക്കോടതി തയ്യാറാക്കണമെന്നാണ് ഈ അപേക്ഷയിലുള്ളത്. എന്തായാലും നാളെ നേരത്തെ ജീന സൂചിപ്പിച്ചതുപോലെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിക്കാനിരിക്കുകയാണ്. നേരത്തെ നോട്ട് അറസ്റ്റ് കൊടുത്തെങ്കിൽ പോലും ഇനി അതിലെ വിശദമായ വാദങ്ങളിലേക്ക് പോകാനിരിക്കുന്ന ഒരു ഘട്ടമാണ്. ആ ഘട്ടത്തിലാണ് പരാതിക്കാരി ഹൈക്കോടതിയെ സമീപിക്കുകയും തന്റെ കക്ഷി ചേരൽ അപേക്ഷ അംഗീകരിക്കുകയും ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നത്. ശരി, ഏതായാലും തന്റെ ഭാഗം കൂടി കേൾക്കണം. താൻ സൈബർ ആക്രമണം അടക്കം നേരിടുന്നുണ്ട് എന്നാണ് പരാതിക്കാരി പറയുന്നത്. വിശദാംശങ്ങളാണ് അഹമ്മദ് മുസ്തഫ നൽകിയത്.